സാറേ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ ന്യൂനപക്ഷങ്ങളോടുള്ള മാറി മാറി വരുന്ന സർക്കാരുകളുടെ അമിത പ്രീണനം SNDP ഉൾപ്പെടെയുള്ള ഹൈന്ദവ പിന്നോക്ക സംഘടനകളെ വല്ലാതെ ദുരിതത്തിലാക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും അനുവദിച്ചു തരുന്നതിൽ ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ അവിടെ മടി കാണിക്കുന്നു. പക്ഷേ കോൺഗ്രസ് വരുമ്പോൾ ലീഗിന് കൂടുതൽ സഹായം കിട്ടുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ക്രൈസ്തവ സഭകൾക്ക് സഹായം കിട്ടുന്നു. അങ്ങനെയൊക്കെയാണോ വായിച്ചെടുക്കണ്ടേ? അല്ല, അത് ഇതിപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞ വസ്തുതകളാണ്. നമുക്ക് ആ വസ്തുതകൾ ആദ്യം പരിശോധിക്കാം. അദ്ദേഹം പറഞ്ഞു SNDP യോഗത്തിന് കേരളത്തിലെ 26% വരുന്ന ജനങ്ങളുടെ ഒരു പ്രാതിനിധ്യം അവകാശപ്പെടുന്ന ഏറ്റവും വലിയ ശക്തമായ ഹൈന്ദവ ജനവിഭാഗങ്ങളാണ് ഈഴവർ. അതിൻ്റെ ബാക്ക്വേഡ് പിന്നാക്ക വിഭാഗങ്ങളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ അത് ഏതാണ്ട് കേരളത്തിൽ വരുന്ന മൊത്തം ജനസംഖ്യയുടെ ഏതാണ്ട് ഒരു 35% വരുന്നവരാണ്. ആ 35% വരുന്ന ഹൈന്ദവ ജനതയുടെ ആ പിന്നാക്ക വിഭാഗത്തിൻ്റെയും ബാക്കി വരുന്ന മൊത്തം ഹിന്ദുക്കളെയും എടുത്തു കഴിഞ്ഞാൽ, അദ്ദേഹം പറഞ്ഞ മൊത്തം ഹിന്ദുക്കളെയും എടുത്തു കഴിഞ്ഞാൽ അവർക്കൊന്നും വിദ്യാഭ്യാസ രംഗത്ത് മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഉദാഹരണമായിട്ട് അദ്ദേഹം 2 ജില്ലകളിലെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് മലപ്പുറത്ത് ഇപ്പോഴും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30%-ഓളം ജനങ്ങൾ, അല്ലെങ്കിൽ 26% ജനങ്ങൾ ഹിന്ദുക്കളാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് SNDP ജനവിഭാഗങ്ങളുമാണ്. പക്ഷേ അവർക്ക് അവിടെ ഒരു പ്രൈമറി സ്കൂൾ പോലും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യമാണ്, വസ്തുതയാണത്. അവിടെ കൊടുത്തിരിക്കുന്ന സ്ഥാപനങ്ങൾ മുഴുവനും കൊടുത്തിരിക്കുന്നത് ന്യൂനപക്ഷങ്ങൾക്കാണ്. അതിലേറ്റവും വിചിത്രമായൊരു കാര്യമുണ്ട്, അത് നമ്മൾ കാണാതിരിക്കരുത്. നിങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ ഇവരെല്ലാം കുറ്റം പറയുമ്പോൾ ഒരു കാര്യം കാണാതിരിക്കരുതെന്ന് പറയുന്നത്, ചുങ്കത്തറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് മലപ്പുറത്ത്, നിലമ്പൂര് ചുങ്കത്തറ. അവിടെ മാർത്തോമ ക്രൈസ്തവർക്കാണ് ഒരു കോളേജ് കൊടുത്തിട്ടുള്ളത്. മലപ്പുറത്ത് എത്ര ക്രൈസ്തവരുണ്ട്? വളരെ കുറവാണുള്ളത്. അതെ. ഇനി മൊത്തം മാർത്തോമ സഭയിലുള്ള അംഗങ്ങൾ ഒരു 5-6 ലക്ഷം പേരാണ് ആകെയുള്ളത്. അവർക്ക് എത്ര സ്ഥാപനങ്ങളുണ്ട്? അതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അവർക്ക് ഇത്രയും സ്ഥാപനങ്ങൾ മറ്റ് പ്രദേശങ്ങളിലെല്ലാം കൊടുക്കുമ്പോഴും ഇവിടെ ഒരു ചുങ്കത്തറയിൽ അല്ലെങ്കിൽ മലപ്പുറത്ത് മുസ്ലിം ഇതര വിഭാഗത്തിന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കൊടുക്കണമെന്ന് തോന്നിയപ്പോൾ അവർ കൊടുത്തിരിക്കുന്നത് ക്രിസ്ത്യൻസിനാണ്. അപ്പോഴും ഈഴവർക്കും അവിടെ ലഭിച്ചില്ല. ഇനി ഇങ്ങോട്ട് കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന ഈ കോട്ടയം പോലുള്ളൊരു ജില്ലയിൽ നിന്ന് ആകെ ഉള്ളത് ഒരു ഈഴവ MLA മാത്രമാണ്. ചില സ്ഥലങ്ങളിൽ നിന്ന് അത് വരുന്നേയില്ല. അവിടെ SNDPക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വസ്തുതകൾ ഇതാണ്. ഇത് വസ്തുതകളായിരിക്കെയാണ് ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വർഗീയം പറയുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ ഒന്ന് ചോദിക്കട്ടെ, മലപ്പുറത്ത് SNDPക്കും മറ്റ് വിഭാഗങ്ങൾക്കും പെട്ട ഹിന്ദു വിഭാഗത്തിന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പോലും ഇല്ല എന്ന് പറഞ്ഞത് വർഗീയമാകും, അത് സമുദായത്തിൽ ഛിദ്രത ഉണ്ടാക്കും എന്നാണ് വാദം എന്നുണ്ടെങ്കിൽ, ആ വാദം അംഗീകരിച്ചാൽ എന്തായിരിക്കും ഫലം? കാരണം ഈ ന്യൂനപക്ഷങ്ങൾക്ക് എത്രയെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇനിയും കൊടുത്തുകൊണ്ടിരുന്നാൽ അതിനെതിരെ എന്ത് പറഞ്ഞാലും ഇതാകുമെന്നല്ലേ ഈ പറഞ്ഞതിനർത്ഥം. അതെ. ഒന്ന്, ഇതിനെ ക്രിസ്ത്യാനികൾ പറയുന്നത് എന്താ വെച്ചാൽ, കത്തോലിക്ക കോൺഗ്രസ് പോലുള്ള സംഘടനകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് വേണ്ടി പറഞ്ഞാൽ ഒരു തെറ്റുമില്ല, പക്ഷേ മറ്റ് സമുദായങ്ങളെ പറയരുത്. മറ്റ് സമുദായങ്ങൾ കാരണമാണ് അദ്ദേഹത്തിൻ്റെ സമുദായത്തിന് ഇത് കിട്ടാതിരുന്നതെന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ പറയും? കോട്ടയം പോലുള്ളൊരു സ്ഥലത്ത് ക്രൈസ്തവർക്ക് ആധിപത്യമുള്ള സ്ഥലങ്ങളിലെല്ലാം ആ ക്രൈസ്തവരുടെ ആധിപത്യത്തിന് ഉതകുന്ന വിധത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എയ്ഡഡ് സ്ഥാപനങ്ങൾ കൊടുക്കുന്നു. എയ്ഡഡ് സ്ഥാപനങ്ങളുടെ പ്രത്യേകത അറിയാമല്ലോ, സർക്കാരിൻ്റെ ശമ്പളം. അപ്പം സർക്കാരിൻ്റെ ശമ്പളത്തിൽ ഇത് കൊടുക്കുകയാണ്. അതിനിവർ കത്തോലിക്ക സഭയുടെ നേതാക്കൾ പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരാരാണെന്നാണ്. അത് എൻ്റെ മറുവശം ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇവരുടെ സമുദായാംഗങ്ങൾക്ക് ഉള്ളതിനേക്കാൾ എത്രയോ ഇരട്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവർക്കുണ്ട്.
ഇവരുടെ സമുദായങ്ങളുണ്ടെങ്കിൽ അവർ മാത്രമല്ലേ അവിടെ ഭരിക്കുള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ അവരല്ലാത്ത മറ്റു വിഭാഗത്തിൽപ്പെട്ടവർ അവിടെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർക്ക് സാമുദായികമായ ഇവരുടെ പ്രാതിനിധ്യവുമായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി സ്ഥാപനങ്ങൾ ഇവർക്ക് ലഭിച്ചിരിക്കുന്നു. ഇനിയും അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് SNDP യോഗത്തിൻ്റെ സെക്രട്ടറി എന്ന നിലക്ക് അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ്? ഒരു കുഴപ്പമില്ല. ഇനി വേറൊരു കാര്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ്റെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ശ്രീനാരായണ ഗുരുദേവൻ്റെ തത്വങ്ങൾക്കനുസരിച്ചിട്ടല്ല എന്ന്. തിരിച്ചൊന്ന് ചോദിക്കട്ടെ, യേശുദേവൻ്റെ തത്വങ്ങൾക്കനുസരിച്ചിട്ടാണോ ഈ സഭകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഇവരാരും ചോദിക്കാത്തത് എന്താണ്? അവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം വരും. എന്താ ചോദിക്കാത്തത്? പേടിയാ. നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ രണ്ട് സ്ഥലത്തും ചോദിക്കണ്ടേ? ഞാനത് രണ്ടും ചോദിക്കണമെന്ന് പറയുന്ന ഒരാളല്ല. കാരണം യേശുദേവൻ്റെ മഹത്വം അതിനുശേഷം വന്നിട്ടുള്ള സഭാ അധികാരികൾക്കുണ്ടാകണമെന്ന് നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, അതെ, നാട്ടുകാർക്ക് അവർക്കും അറിയാം. പക്ഷേ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ആ പരിഗണന ഒരിക്കലും SNDP യോഗം സെക്രട്ടറിക്ക് കൊടുക്കുന്നില്ല. SNDP യോഗം സെക്രട്ടറി ആയിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്വം ഉണ്ടാകണം എന്നാണല്ലോ ഇവർ പറയുന്നതിൻ്റെ ചുരുക്കം. അതെ. അപ്പോൾ നിങ്ങൾ ഏത് നേതാവിനെയാണോ, ഏത് ആത്മീയ ആചാര്യനെയാണോ, ഏത് മതാധികാരിയെയാണോ നിങ്ങൾ അംഗീകരിക്കുന്നത്, ആ മതാധികാരികളുടെ ആശയങ്ങൾക്ക് ഒത്തവരായിരിക്കണം അതിൻ്റെ ഭരണകർത്താക്കളും എന്നല്ലേ വേണ്ടത്. അതെ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ യേശുദേവൻ്റെ മഹത്വം അവകാശപ്പെടാൻ കഴിയുന്നവരാകണ്ടേ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ? അവരങ്ങനെയാണോ? ആ ചോദ്യം ഈ മാധ്യമങ്ങളിലിരിക്കുന്നവരാരും ചോദിക്കില്ല. അത് മറന്നുപോകും. അത് മറന്നേ പോയിട്ടാണ് നേരെ തിരിച്ച് വെള്ളാപ്പള്ളി നടേശൻ വരികയാണെന്നുണ്ടെങ്കിൽ ചോദിക്കും, ഇപ്പോൾ ഇരിക്കുന്നത് ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഇത് പറയുന്നു എന്നൊക്കെ ചില ഈ മൈതാന പ്രസംഗം പോലെ വാർത്തകൾ അവതരിപ്പിക്കുന്ന വാർത്താ അവതാരകരുണ്ട്, അവരൊക്കെ പറയാറുണ്ട്. തിരിച്ചെന്താ ഇവരോട് ചോദിക്കാത്തത്? ധൈര്യം ഇല്ലാത്തതുകൊണ്ട് സാറേ. അതിനുള്ള ധൈര്യം. ആ ധൈര്യമില്ലാത്തതെന്തല്ല, അത് ചോദിക്കാൻ അവർക്ക് കഴിയില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരും അത് തന്നെയാണ്. അപ്പോൾ SNDP അപ്പം ഞാൻ ചോദിക്കട്ടെ, ജോൺ ബ്രിട്ടാസ് ഇതൊക്കെ ചോദിക്കുമല്ലോ, ജോൺ ബ്രിട്ടാസ് എന്താണ് ചോദിക്കാത്തത്? അത് ചോദിക്കില്ല. ഈ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഉൾപ്പെടുന്ന വിഭാഗം എല്ലാവരും അതിൻ്റെ മതമേലധ്യക്ഷന്മാരും യേശുദേവൻ്റെ സിദ്ധാന്തത്തെ അതുപോലെ പിന്തുണക്കുന്നവരാണോ? അവരെന്തുകൊണ്ട് അങ്ങനെ പിന്തുണക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ടോ? ചോദിക്കുന്നില്ല. ഈ മാധ്യമങ്ങളിൽ വൈകുന്നേരം ഇരുന്ന് വിചാരിപ്പുകാരില്ലേ, ആ വിചാരിപ്പുകാരെങ്കിലും ചോദിക്കുന്നുണ്ടോ ഇത്? ഇല്ലല്ലോ. രാവിലെ വന്നിട്ട് ലോകം എങ്ങനെ സഞ്ചരിക്കണമെന്ന് പറഞ്ഞിട്ട് വാർത്ത അവതരിപ്പിച്ചുകൊണ്ട് നിന്നും കടന്നും ഇരുന്നും ഒക്കെ പറയുന്നവരില്ലേ, അവരും ചോദിക്കുന്നില്ലല്ലോ. പക്ഷെ ചോദ്യം മുഴുവൻ വെള്ളാപ്പള്ളിയോടാണ്. വെള്ളാപ്പള്ളി വരുമ്പോൾ ചോദിക്കും ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹത്വം. ഇനി ശ്രീനാരായണ ഗുരുദേവന് ഇത്രയേറെ മഹത്വം ഉണ്ട് എന്ന് ഇവർക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ മഹത്വം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഇവരെന്ത് ചെയ്യുന്നുണ്ട്? മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു. ഏത് മതത്തിലൂടെയും മനുഷ്യന് നന്നാകാൻ മാർഗമുണ്ട്. ഏത് മതത്തിലൂടെയും മനുഷ്യന് നന്നാകാൻ മാർഗമുണ്ട് എന്നുണ്ടെങ്കിൽ മതപരിവർത്തന അസംബന്ധമാണ്. ഇത് പറയാൻ എന്തിനാണ് ഇവർ മടിക്കുന്നത്? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഇന്ന് നിലവിലുള്ള ഏതെങ്കിലും ഒരു മുഖ്യധാരാ മാധ്യമം ഈ ചോദ്യം ചോദിക്കാൻ തയ്യാറുണ്ടോ? അതിൽ കുരിശ് ഇട്ടും കുരിശിടാതെയും കുരിശ് കയ്യിൽ പിടിച്ചും കുരിശ് മനസ്സിൽ സൂക്ഷിച്ചും നടക്കുന്ന മാധ്യമപ്രവർത്തകരുണ്ടല്ലോ, അവരാരെങ്കിലും ഈ ചോദ്യം ചോദിക്കാൻ തയ്യാറുണ്ടോ? ചോദിക്കട്ടെ. എന്താ ചോദിക്കാത്തത്? അതിന് പകരം നേരെ പോയിട്ട് വെള്ളാപ്പള്ളിയുടെ മെക്കിട്ട് കയറും. അപ്പോൾ വെള്ളാപ്പള്ളി പറഞ്ഞാലാണ് മാർക്കറ്റ് കിട്ടുക, അല്ലെങ്കിൽ ആളുകൾ ശ്രദ്ധിക്കുക. അല്ല, മറ്റവരെ പറഞ്ഞാലും ഇത് തന്നെയല്ല, പറയില്ല. അതാണ് പ്രശ്നം. ഇനി ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. സേവനമാണെന്നാണ് ഈ പറയുന്നത്. ശരിയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ സഹായം ഇവിടുത്തെ ക്രൈസ്തവ സഭകൾക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യം വസ്തുതയല്ലേ? അതെ.
അങ്ങനെ ഉണ്ടായ ക്രൈസ്തവ ഹൈന്ദവ ഒരു ധ്രുവീകരണം തിരുവിതാംകൂറിലുണ്ടായിരുന്നല്ലോ. ആ ധ്രുവീകരണത്തിൻ്റെ ഇരയായിരുന്നു സർ CP എന്ന കാര്യവും ഇപ്പോൾ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം 47 വരെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി നിന്ന ഇവരെ 47 കഴിഞ്ഞപ്പോൾ എന്തിൻ്റെ അനുകൂലമായിട്ട് മാറി? കോൺഗ്രസ്സിന് അനുകൂലമായിട്ട് മാറി. ഇതൊക്കെ കണക്കിലെടുക്കണ്ടേ? അപ്പോൾ അന്ന് അർഹമായ പ്രാതിനിധ്യം എത്രയോ നൂറ്റാണ്ടുകളായി കിട്ടാത്ത ഒരു ജനവിഭാഗത്തിൽപ്പെട്ടതിന് അതിൻ്റെ നേതാവ് തങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടണം എന്ന് വരുമ്പോൾ എല്ലാവരും സംഘം ചേർന്ന് എതിർക്കുകയാണ്. അതിനകത്ത് മാധ്യമങ്ങളുണ്ട്, രാഷ്ട്രീയ കക്ഷികളുണ്ട്. അതിനകത്ത് ഉടനെ തന്നെ പറയണത് ഞങ്ങൾ വിഭജനം ഉണ്ടാക്കാൻ, അർഹതപ്പെട്ടത് ചോദിച്ചാൽ വിഭജനമാകും എന്നുണ്ടെങ്കിൽ നിനക്ക് തരില്ല, നീ മിണ്ടാതിരിക്കണമെന്ന് ആജ്ഞാപിക്കുന്നതിന് തുല്യമാണ്. അത് മഹാവൃത്തികേടാണ്, അത് ഏകാധിപത്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ ഛിദ്രതയുണ്ടാക്കുന്നത്. അത് ഒരു VD സതീശനും അത് മറക്കാൻ പാടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.